ആലുവയിൽ 1 കിലോ MDMA-യുമായി യുവതി പോലീസ് പിടിയിൽ. ബംഗളൂരു മുനേശ്വര നഗറിൽ സർമീൻ അക്തറിനെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ആലുവ പോലീസും ചേർന്ന് പിടികൂടിയത്. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിപണിയിൽ 50 ലക്ഷത്തിലേറെ രൂപ വില വരും രാസലഹരിക്ക്. ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ഡൽഹിയിൽ നിന്നും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത്. കൊച്ചിയിൽ യുവാക്കൾക്കിടയിലാണ് വിൽപ്പന. ഡൽഹിയിൽ നിന്ന് MDMA കൊണ്ടുവന്ന് ഇവിടെ കൈമാറിയ ശേഷം പിറ്റേന്ന് തീവണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയാണ് പതിവ്. യുവതി സ്ഥിരം മയക്കുമരുന്ന് കടത്തുകാരിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ വർഷം അവസാനം പറവൂരിൽ നിന്നും 1 കിലോ 850 ഗ്രാം MDMA വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പിടികൂടിയിരുന്നു. റേഞ്ച് DIG പുട്ട വിമലാദിത്യയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ്. നർക്കോട്ടിക് സെൽ DYSP V അനിൽ, ആലുവ DYSP A പ്രസാദ്, ഇൻസ്പെക്ടർ MM മഞ്ജുദാസ്, SI-മാരായ SS ശ്രീലാൽ, K നന്ദകുമാർ, ASI വിനിൽകുമാർ, സീനിയർ CPOമാരായ അജിത തിലകൻ, PN നൈജു, ദീപ്തി ചന്ദ്രൻ, മാഹിൻഷ അബൂബക്കർ, K മനോജ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മയക്കുമരുന്നുമായിട്ട് ഒരു യുവതി വരുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വന്ന് പരിശോധിച്ചതിൽ 1 കിലോ ഓളം വരുന്ന MDMA-യുമായിട്ട് പിടികൂടിയതാണ്. ബാക്കി പ്രൊസീജിയർ നടത്തി വരുന്നത്. വിവരം ലഭിച്ചത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് വാട്ടർ ഹീറ്ററിന്റെ ഉള്ളിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു. ട്രെയിന് കേരള എക്സ്പ്രസ്. ന്യൂസ് ഡെസ്ക് ആലുവ.